ഹലോ മക്കളെ, വർക്ക് എനർജി ആൻഡ് പവർ ഇത് ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററുമാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് യൂഷ്വലി നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എപ്പോഴും. അപ്പോൾ അതിൽ നോക്കൂ, ഇത് നമുക്ക് ഇഫ് ദി മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇൻക്രീസസ് ബൈ 100%, then its kinetic energy increases by. അപ്പോൾ percentage increase or percentage change in momentum is given and we have to get the percentage change in kinetic energy. അപ്പോൾ അതിനകത്ത് ഇവിടെ നമുക്ക് ഈ കൈനറ്റിക് എനർജി K ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് ചെയ്യലാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി കെ, പി എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റമാണ്, എം എന്ന് പറയുന്ന മാസാണ്. ഇവിടെ മാസ് ചേഞ്ച് ചെയ്യുന്നില്ല, ലീനിയർ മൊമെൻറ്റം മാത്രം 100% കൂടും. അപ്പോൾ ഈ 100% എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്. അപ്പോൾ 100% കൈനറ്റിക് എനർജി പറഞ്ഞാൽ 1K ആണ്, 200% പറഞ്ഞാൽ 2K. ഓക്കെ, അതുപോലെ 100% ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അത് 1P ആണ്, 200% പറഞ്ഞു കഴിഞ്ഞാൽ അത് 2P ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇപ്പോൾ സി ഇവിടെ ഈ 2m ഇത് കോൺസ്റ്റൻ്റ് ആയത് കാരണം കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം, കെ ഡാഷ് ഫൈനൽ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, പി ഡാഷ് ഡിവൈഡഡ് ബൈ പി ഹോൾ സ്ക്വയർ പറയാം, പി ഡാഷ് ബൈ പി ഹോൾ സ്ക്വയർ. ഒറിജിനൽ മൊമെൻറ്റം 100%, അത് 1P. ഇപ്പോൾ മൊമെൻറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 100% പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ബിക്കംസ് 200%. ഇപ്പോൾ മൊമെൻറ്റം 200%. അപ്പോൾ 100% 1P ആണെങ്കിൽ 200% എന്ന് പറഞ്ഞാൽ 2P ആണ്. ഓക്കെ, അപ്പോൾ ഈ P ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2P, ഓക്കെ, ഡിവൈഡ് ബൈ ഒറിജിനൽ മൊമെൻറ്റം ഈസ് P, ഓക്കെ, ഹോൾ സ്ക്വയർ വരും, ദിസ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ K ഡാഷ് ദിസ് ഈസ് ഈക്വൽ ടു 4K വരും. ഒറിജിനൽ കൈനറ്റിക് എനർജി 1K ആണ്, അത് 100%. നൗ ഇറ്റ് ഈസ് 4K മീൻസ് ഇറ്റ് ഈസ് 400%. നേരത്തെ 100% ആയിരുന്നു, ഇപ്പോൾ 400% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300% കൂടി എന്നർത്ഥം. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് 300. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ സ്ഫിയർ കൊളൈഡ്സ് വിത്ത് അനദർ സ്ഫിയർ ഓഫ് ഐഡൻറ്റിക്കൽ മാസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇനീഷ്യലി നോക്കൂ, ഒരു സ്ഫിയറിൻ്റെ മാസ് m ആണ്, ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി u വിചാരിച്ചോ ബിഫോർ കൊളീഷൻ. ഓക്കെ, ഇനി എന്താ, രണ്ടാമത് ഇതുപോലെ ഒരു സ്ഫിയർ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, സോ ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം ഈസ് 0. അപ്പോൾ ബിഫോർ കൊളീഷൻ ഇത് മാത്രമാണ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ആഫ്റ്റർ കൊളീഷൻ എന്താ, m അതിൻ്റെ വെലോസിറ്റി v1 വിചാരിച്ചോളൂ. രണ്ടാമത്തെ സ്ഫിയർ ഉണ്ട്, അതിൻ്റെ മാസ് m തന്നെയാണ്, പക്ഷേ വെലോസിറ്റി v2 വിചാരിച്ചോളൂ, v2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് m ഉണ്ട്, അത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വരും. അപ്പോൾ വെക്ടറാണ് u ഈക്വൽ ടു v1, വെക്ടർ v1 പ്ലസ് വെക്ടർ v2. ഈ വെക്ടർ v1 പ്ലസ് വെക്ടർ v2 പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ് v1 ആൻഡ് v2. റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ് v1 ആൻഡ് v2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്, ഇനി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ലെഫ്റ്റ് സൈഡിൽ u സ്ക്വയർ വരും, റൈറ്റ് സൈഡിൽ എന്താ v1 പ്ലസ് v2 പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് വെക്ടേഴ്സ് v1 ആൻഡ് v2. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് വെക്ടറിനെയും. അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്നറിയോ, ആ v1ൻ്റെയും v2ൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, അണ്ടർ റൂട്ട് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് 2v1 v2 കോസ് തീറ്റ എന്നാണ്. അപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ആ റൂട്ട് ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് എന്ത് പറയാം, v1 സ്ക്വയർ, ഓക്കെ, പ്ലസ് v2 സ്ക്വയർ, ഓക്കെ, പിന്നെന്താ പ്ലസ് 2v1 v2 കോസ് തീറ്റ എന്നാണ്. അതിൽ നമുക്ക് v1 v2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിന് ആക്ച്വലി v1 ഡോട്ട് v2 എന്ന് എഴുതാം. v1ൻ്റെയും v2ൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എന്താ, v1 v2 കോസ് തീറ്റ അല്ലേ, ഡോട്ട് v2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്, മനസ്സിലായില്ലേ. ആഫ്റ്റർ കൊളീഷൻ രണ്ടും മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റീസ് v1 ആൻഡ് v2. ചോദ്യം എന്താണോ, ദ കൊളീഷൻ ഈസ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യില്ല.
Okay, then the angle between the directions of the two spheres after collision. V1 ഉം V2 ഉം തമ്മിലുള്ള ആംഗിൾ ആ കാണണ്ടേ. അപ്പോൾ ഇവിടെ എന്താ കൊളീഷൻ ഇനിലാസ്റ്റിക് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, ഫൈനൽ കൈനറ്റിക് എനർജി എന്താ ഹാഫ് എം V1 സ്ക്വയർ ഒരെണ്ണത്തിൻ്റെ പ്ലസ് ഹാഫ് എം V2 സ്ക്വയർ രണ്ടാമത്തതിൻ്റെ. റൈറ്റ്, ഇവിടെ കൊളീഷൻ ഇനിലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്താ നോട്ട് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് എം എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആണ്, അത് നമുക്ക് കളയാം. അപ്പോൾ ത്രൂ ഔട്ട് ഹാഫ് എം ഉണ്ട്, അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ. ഓക്കെ, പിന്നെന്താ യു സ്ക്വയർ, പിന്നെ നോക്കൂ ഇവിടെ ഹാഫ് എം കളയാം, യു സ്ക്വയർ. ഓക്കെ, ഈ V1 സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 വരും, നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക യു സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 2V1 ഡോട്ട് V2 വരും, V1 ഡോട്ട് V2. ഒന്നും ചെയ്തിട്ടില്ല, ഈ സാധനം ഉണ്ടല്ലോ ഇതിനെ ഇതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴെന്താ യു സ്ക്വയർ മൈനസ് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ വരും. അതായത് അത് 2V1 ഡോട്ട് V2 ആ. അപ്പോൾ ഇവിടെ ഈ യു സ്ക്വയർ മൈനസ് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ 2V1 ഡോട്ട് V1 ഡോട്ട് V2 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. V1 ഡോട്ട് V2 ഈക്വൽ ടു 0 ആണെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ എന്നാണ്. ഇവിടെ V1 ഡോട്ട് V2 നോട്ട് ഈക്വൽ ടു 0 മീൻസ് they are not perpendicular, means the angle between them is not 90 degree, or the angle between them can be anything other than 90 degree na. Okay, അപ്പോൾ 90 degree അല്ലാതെ എന്തുമാവാം, അതായത് ഡിഫറെൻറ്റ് ഫ്രം 90 degree പറയാം. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ, ഇത് മറ്റൊരു വിധത്തിൽ ഇത് ചോദിക്കാൻ പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്താ ഇറ്റ്സ് മസ്റ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം 90 degree. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്താ ഒരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എ 50 gram ബുള്ളറ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second strikes a block of mass 950 gram. Okay, at rest and gets embedded in it. The loss in kinetic energy will be. ആദ്യം 50 gram ബുള്ളറ്റ് ഉണ്ട്, മൂവ്സ് വിത്ത് എ വെലോസിറ്റി 10 meter per second, strikes a block of mass 950 gram at rest and gets embedded in it. The loss in kinetic energy. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി, എത്രമാത്രം കൈനറ്റിക് എനർജി നഷ്ടപ്പെടും എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ വെറുതെ നമ്മളൊന്ന് എന്താ ഇപ്പോൾ ഗസ് ചെയ്യാണ് വിചാരിക്കുക, ഗസ് ചെയ്യുകയാണെങ്കിൽ 100% നഷ്ടം വരുമോ, വരില്ല, അതിനുള്ള ചാൻസസ് കുറവാണ്. 95% വരുമോ, വരില്ല, ചാൻസസ് കുറവാണ്. അപ്പോൾ പിന്നെ 50% വരുമോ അതോ 5% വരുമോ, അപ്പോൾ നമുക്കങ്ങനെ ഗസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ആൻസറാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ആൻസർ എന്തായാലും 95% ആണ്. അത് നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തനിയെ നിങ്ങൾ ചെയ്ത് നോക്കുക. പക്ഷേ ഇവിടെ എനിക്കിത് ചെയ്യാൻ, ഇതിൻ്റെ ആൻസർ പറയാൻ എന്താ ഒരു 5 സെക്കൻഡ് മതി. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോഴെന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ. ഓക്കെ, മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിൽ, മിനിമം ടൈമിൽ. ഓക്കെ, അപ്പോൾ തെറ്റാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ പെട്ടെന്ന് ആൻസറിലെത്തിയാം, സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാം, നിങ്ങൾക്ക് ടെൻഷൻ കുറയും. ഓക്കെ, കംഫർട്ടബിളായിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി K ഈക്വൽ ടു നോക്കൂ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്നാണ്, പി സ്ക്വയർ ബൈ 2m. ആദ്യം 50 gram മൂവ് ചെയ്യുന്നു, 950 gram റെസ്റ്റിലാണ്.
ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്തിട്ട് 950യും 50യും കൂടെ ഒന്നിച്ച് 1 കിലോഗ്രാം ആവും, അല്ലെങ്കിൽ 1000 ഗ്രാം ആവും. 1000 ഗ്രാം. അപ്പോൾ ആദ്യം മൂവ് ചെയ്യുന്നത് 50 ഗ്രാം, കൊളീഷന് ശേഷം മൂവ് ചെയ്യുന്നത് 1000 ഗ്രാം. മനസ്സിലായില്ല? ഇതൊന്നും എഴുതണ്ട കേട്ടോ. കാര്യം അറിയാമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ആദ്യം മൂവ് ചെയ്യുന്നത് 50 ഗ്രാം, പിന്നീട് മൂവ് ചെയ്യുന്നത് 1000 ഗ്രാം. കൊളീഷന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്യും. ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്യാത്ത ഒരു കൊളീഷനും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കൈനറ്റിക് എനർജി 2 കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. ഈ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്താ? ഈ ലീനിയർ മൊമെൻറ്റം പി സെയിം ആണ്, ഈക്വലാണ്, മാറുന്നില്ല. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും പി സെയിമാ. അപ്പോൾ p²/2 സെയിം ആണ്. അപ്പോൾ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യുമ്പോൾ ഈക്വൽ ടൂവും p²/2 എന്നുള്ള കോൺസ്റ്റൻ്റ് കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാൻ പറ്റുന്നത് കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു 1/mass എന്ന് പറയാം. 1/mass. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയത് കാരണം ഫൈനൽ കൈനറ്റിക് എനർജി ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ആഫ്റ്റർ കൊളീഷൻ, ബിഫോർ കൊളീഷൻ. അപ്പോൾ മാസ് എന്ത് വരും? ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ആഫ്റ്റർ ബൈ ബിഫോറാ. അപ്പോൾ മാസ് എന്താ വരിക? മാസ് ബിഫോർ ബൈ ആഫ്റ്റർ. ബിഫോർ എന്താ? 50 ഗ്രാമാണ് മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ എന്താണ്? ആഫ്റ്റർ 1000 ഗ്രാമാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ കെ ഡാഷ്, ഓക്കെ, കെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? കെ ഡാഷ് ഈക്വൽ ടു 0.05K എന്നാണ്. 0.05K. 1K പറഞ്ഞാൽ 100%. 2K 200%. ഓക്കെ, അപ്പോൾ ആ പെർസെൻറ്റേജ് ഒക്കെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാ. അപ്പോൾ കെ ഡാഷ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 0.05K പറഞ്ഞതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5%. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി 5%. ഓക്കെ, അതായത് ആഫ്റ്റർ കൊളീഷൻ എന്താ? 5% കൈനറ്റിക് എനർജി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എന്താ? ഇറ്റ് മസ്റ്റ് ഹാവ് ലോസ്റ്റ് 95%. ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കൂ, ഇതൊന്നും ചെയ്യാനില്ല. അതായത് ഇവിടെ ഇനി അല്ലെങ്കിൽ എന്താണെന്നോ, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളിത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൈനറ്റിക് എനർജി കണ്ടിട്ടുണ്ടാവും. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിംപ്ലി ബൈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ആൻസറിലെത്താൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് മിനിമം സ്റ്റെപ്സിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനും 10 സെക്കൻഡിൽ കൂടുതൽ വേണ്ട. നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്തോളൂ. ഇതുപോലെയുള്ള കൂടുതൽ പ്രോബ്ലംസ് വീണ്ടും വരും. താങ്ക് യു.